ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ കേരളത്തെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് നമുക്ക് ആഘോഷിക്കാനുള്ള സമയം കൂടിയാണ്. സഞ്ജു സാംസന്റെ മികച്ച പ്രകടനത്തിലാണ് ഇന്ത്യ സെമിയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരം. ഇന്നത്തെ പ്രകടനത്തിന്റെ ഏറ്റവും അതിന്റെ മികവ് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക, അനിൽ? ഈ ഒരു ഇന്നിങ്സിന് സഞ്ജുവിന്റെ ദിനം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ നമുക്ക് വിശേഷിപ്പിക്കാനാവില്ല. സഞ്ജുവിന്റെ ഈ മത്സരത്തിന്റെ ഇപ്പോൾ ആ വിന്നിംഗ് മൊമെന്റിൽ രവിശാസ്ത്രി പറഞ്ഞ ആ വാക്കുകൾ തന്നെയാണ്. സഞ്ജു തന്റെ കരിയറിൽ ത്രൂ ഔട്ടായി കാത്തിരുന്ന ദിവസം ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരിക്കും സഞ്ജു കാത്തിരുന്നത് എന്നാണ് രവിശാസ്ത്രി പറയുന്നത്. അത് തന്നെയാണ് വസ്തുത. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിൽ പലപ്പോഴും തുടരെ 3 സെഞ്ചുറികൾ അടിച്ചിട്ട് പോലും സഞ്ജുവിനെ വീണ്ടും ഒഴിവാക്കുന്ന കാഴ്ച കണ്ടു. ശുഭമാൻ ഗില്ലിന് വേണ്ടി സഞ്ജു സാംസനെ മാറ്റി നിർത്തുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. എന്നിട്ടും കിട്ടിയ അവസരത്തിൽ സഞ്ജു തിരിച്ചു വരുന്നു. പക്ഷേ അവിടെ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിൽ പരാജയപ്പെടുന്നു. ലോകകപ്പിൽ ഉറപ്പിച്ചിരുന്ന ഓപ്പണർ സ്ഥാനം നഷ്ടമാകുന്നു. പിന്നീട് ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു ഗത്യന്തരവും ഇല്ലാതെയാണ് സഞ്ജുവിനെ വീണ്ടും പ്ലേയിങ് 11ലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ കഴിഞ്ഞ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ വളരെ ചെറിയ സ്കോറിൽ 22-24 റൺസിന് സഞ്ജു പുറത്താവുന്നെങ്കിൽ പോലും സഞ്ജുവിന്റെ ആ ഇന്റന്റിന് എല്ലാവരും കൈയടിക്കുന്നത് കണ്ടതാണ്. സഞ്ജുവിൽ വിശ്വാസം ഉറപ്പിച്ചു. ആ ഒരു വിശ്വാസത്തിന് സഞ്ജു നൽകിയ മറുപടി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനോട് കൂറ് കാണിക്കുന്ന പ്രകടനം തന്നെയാണ് സഞ്ജുവിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ എതിരാളികൾക്കൊക്കെ തന്നെ സഞ്ജുവിനെ എങ്ങനെ പുറത്താക്കണമെന്ന് വളരെ രസകരമായി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സഞ്ജു കൃത്യമായി ലോങ് ഓഫിലുള്ള ബൗളേഴ്സ് ഫീൽഡർക്ക് നേരെ പന്തടിച്ച് കൊടുക്കുന്നതൊക്കെ നമ്മൾ കൃത്യമായി കണ്ടതാണ്. പക്ഷേ ഈ മത്സരത്തിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് ഇന്നിങ്സ് ഉടനീളം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ സഞ്ജുവിന്റെ കയ്യിൽ നിന്ന് ഒറ്റ ലൂസ് ഷോട്ട് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയും ഈ സമീപകാലത്ത് 2026 ഭിന്നം പ്രകടനം തുടർന്ന ഇഷാൻ കിഷനും ഒക്കെ തന്നെ വീഴുമ്പോഴും സഞ്ജു ഒരു പിഴവ് പോലും ആവർത്തിക്കുന്നില്ല. ക്യാപ്റ്റനും ഇല്ലെങ്കിൽ മറ്റു താരങ്ങളും ഒക്കെ തന്നെ വീണു പോകുമ്പോഴും സഞ്ജു വീഴാതെ കാക്കുന്നു, ഇന്ത്യയെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു, ഇന്ത്യയെ സെമിയിലേക്ക് നയിക്കുന്നു. ഒരുപക്ഷെ സഞ്ജുവിൽ നിന്ന് 2 ഇന്നിംഗ്സ് കൂടി കാത്തിരിക്കുന്നു നമ്മൾ. ശരി, അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ക്രിക്കറ്റ് ലോകത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന വിവരം, സഞ്ജു സൂപ്പർ സാംസണായി മാറി ഈ ഇന്നത്തെ കളിയിൽ ഇന്ത്യ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു. സഞ്ജു സാംസന്റെ ദിനം എന്ന് വിശേഷിപ്പിക്കാവുന്ന, സഞ്ജുസ് ഡേ എന്ന് വിശേഷിപ്പിക്കാവുന്ന ദിവസമാണ്. ഏതായാലും മികച്ച സ്കോർ 97 നോട്ട് ഔട്ടിലാണ് സഞ്ജു സാംസൺ ഇന്ത്യയെ സെമിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.